ഇമ്പ്രൂവ്മെൻറ്റ് 2017 മാർച്ച് 2018 ചോദിച്ചൊരു 2 ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ തന്നേക്കണത്. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 1 + x ദ ഹോൾ റേസ് ടു 5 - 1 ഡിവൈഡഡ് ബൈ എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 1 + x 1 + x. ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ, റേസ് ടു 5 - 1 ഡിവൈഡഡ് ബൈ എക്സ്. നമ്മുടെ ഫോർമുല അനുസരിച്ച് ഓൾജിബ്രായിക് ലിമിറ്റിൻ്റെ ഫോർമുല എന്നാ? ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ് n × എ റേസ് ടു n - 1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ നിങ്ങൾ നോക്കിയ മക്കളെ, ഈ എക്സ് മൈനസ് എ അങ്ങനെ തന്നെ താഴെ വരണം. അപ്പോഴാണ് നമ്മൾ ഈ ഫോർമുല കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്നാ വരും? ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 1 + x ദ ഹോൾ റേസ് ടു 5 - 1 ബൈ എക്സ് അങ്ങനെ തന്നെ ഇറക്കി എഴുതി. എന്നിട്ട് നമ്മൾ ഒരു 1 + 1 ഇവിടെ ചേർത്തു, ഒരു -1 ഇവിടെ ചേർത്തു. ആൻസറിന് യാതൊരു ചേഞ്ചും ഇല്ല. ഈ 1ഉം -1ഉം വെട്ടിപ്പോയാൽ മുകളിൽ കിടക്കണേ എക്സ് തന്നെയാണ് കിടക്കണേ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും നോക്കിയാൽ 1 ഇവിടെ ചേർത്തു, ഈ 1 ഇവിടെ 0യുടെ സ്ഥാനത്ത് 1 ചേർത്തു. കാരണം ഈ 1 നേരെ ഇപ്പുറത്തേക്ക് പോയാൽ 1 - 1 അവിടെ 0 ആവും അല്ലേ? അപ്പോൾ അത് കറക്റ്റ് ആയില്ലേന്ന് നോക്കി. അപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുലയായി എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ആയി. നമ്മുടെ ആൻസർ എന്നാ വരും? 5 × 1 ഇവിടെയും 5 എന്ന് എഴുതാം നമുക്ക്. 1 റേസ് ടു 5 - 1. അപ്പോൾ ആൻസർ ഈസ് 5 ആയി ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഇതുപോലത്തെ ഏത് നമ്പർ വന്നാലും ഈ ഒരു ഓർഡറിലാണ് ചെയ്ത് വെക്കണമെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു ഇൻറ്റിജർ എക്സ്. ഇൻറ്റിജറിൻ്റെ പ്രത്യേകത തന്നെ മക്കളെ, ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു ഇൻറ്റിജർ എക്സ് ആണ്. ഇൻറ്റിജർ എക്സ്. അടുത്ത ഇൻറ്റിജർ, ഇപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ ഇൻറ്റിജർ 2 വരും. ഇൻറ്റിജർ 2 എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാനില്ല, 2 ആണ് അല്ലേ? അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻഡ് ടു 2 s ക്യൂബ് മൈനസ് 4s² പ്ലസ് 4x ഡിവൈഡഡ് ബൈ s² - 4 ആണ്. ഇത് ഏത് മെത്തേഡാണ്? എക്സ്പാൻഷൻ ഫോം ആണ് അല്ലേ? ഇവിടെ രണ്ടിനകത്തും എല്ലാത്തിനകത്തും എന്ത് കോമൺ ആണെന്ന് നോക്കി, ഒരു എക്സ് കോമൺ ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ വരുന്ന പ്രോബ്ലം എല്ലാം നമ്മൾ എക്സ്പാൻഷൻ ഫോമിലാണ് ഉപയോഗിക്കുന്നത്. ഒരു എക്സ് കോമൺ, ആ എക്സ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ എക്സ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്നാ വരും? s² വരും. ഇവിടെ ഒരു എക്സ് പോയി കഴിഞ്ഞാൽ -4x വരും. ഇവിടെ ഒരു എക്സ് പോയി കഴിഞ്ഞാൽ +4 വരും. ഡിവൈഡഡ് ബൈ s² - 4നെ നമുക്ക് x - 2 × s + 2 എന്ന് എഴുതാം. എന്തെഴുതാം? s² - 4നെ x - 2 × s + 2 എഴുതാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനകത്ത് അതങ്ങനെ തന്നെ എഴുതി. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 2 അങ്ങനെ തന്നെ എഴുതി. ഈ s² - 4x + 4നെ x × x - 2 ദ ഹോൾ സ്ക്വയർ എഴുതാലോ. ഡിവൈഡഡ് ബൈ x - 2 എഴുതും. ഇവിടെ എന്ത് വരും? s + 2 എഴുതും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ 2 ഈ x - 2 എന്തായി പോകും? ക്യാൻസലായി പോകും. ഇവിടെ നമ്മൾ വാല്യൂ കൊടുക്കുക. ഇവിടെ എക്സിനകത്ത് ഒരു x - 2 x - 2 ക്യാൻസലായി പോയി. ഇവിടെ ഈ വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ നേരെ 2 വരും. ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ 2 + 2 വരും. ഇവിടെ ബാലൻസ് നമ്മൾ ഒരു 2x - 2 ഇവിടെ ഉള്ളൂ. ഇവിടെ ഒരു x - 2 ഉള്ളൂ. അപ്പോൾ ഇവിടെ കിടക്കണ ഈ x - 2 വെട്ടിപ്പോയതോടുകൂടി ഡിനോമിനേറ്റർ 0 ആവണ ടേം പോയി. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുക്കാം. അപ്പോൾ ബാക്കി എന്നാ അവിടെ ഉള്ളതെന്ന് നോക്കിയേ. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു x × x - 2 ഡിവൈഡഡ് ബൈ s + 2 ആണുള്ളത്. ഇവിടെയൊക്കെ നമ്മൾ എന്തിൻ്റെ വാല്യൂ കൊടുക്കുക? ഈ എക്സിന് 2 എന്ന വാല്യൂ കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ 2 × 2 - 2 ഡിവൈഡഡ് ബൈ 2 + 2 വരും. അപ്പോൾ എന്നാ വരും? 2 × 0 ഡിവൈഡഡ് ബൈ 4 വരും. അപ്പോൾ ആൻസർ എന്നാ വരും? 0 വരും. അപ്പോൾ നമ്മുടെ വാല്യൂ എന്തായി നോക്കിയേ? ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയി. നമ്മളൊരു ക്വസ്റ്റിനകത്ത് ഡിനോമിനേറ്റർ 0 ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്റർ 0 ആവും, ഒരു പ്രശ്നമില്ല. ഡിനോമിനേറ്റർ എന്താവരുത്? 0 ആവരുത്. ആ ഒരു ഇതുള്ളൂ. അപ്പോൾ അങ്ങനെ ആവാത്ത ഒരു കേസിനകത്ത് നമുക്ക് എന്താണ്? ഡയറക്റ്റ് ആയിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്ലിയർ ആയല്ലോ?